യൂറോപ്യന്മാരുടെ ആഗമനം. വാസ്കോഡ ഗാമ, പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമയെ പറ്റി പഠിച്ചു. അടുത്തത് പെട്രോ അൽവാരിസ് കബ്രാൾ. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം 1500 ഇന്ത്യയിൽ അല്ലെങ്കിൽ കോഴിക്കോട് എത്തിയ പോർച്ചുഗീസ് നാവികനായിരുന്നു പെട്രോ അൽവാരിസ് കബ്രാൾ. അപ്പോൾ എന്താണ്, വാസ്കോഡ ഗാമയ്ക്ക് ശേഷം 1500 ഇന്ത്യയിൽ, അതായത് കോഴിക്കോട് എത്തിയ പോർച്ചുഗീസ് നാവികനായിരുന്നു പെട്രോ അൽവാരിസ് കബ്രാൾ. സാമൂതിരിയുമായി ധാരണയിലെത്തിയ അൽവാരിസ് കബ്രാളിൻ്റെ പ്രതിനിധിയായിരുന്നു ഐറസ് കൊറിയ. സാമൂതിരിയുമായി ധാരണയിലെത്തിയ അൽവാരിസ് കബ്രാളിൻ്റെ പ്രതിനിധി ഐറസ് കൊറിയ. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനായിരുന്നു പെട്രോ അൽവാരിസ് കബ്രാൾ. തെക്കേ അമേരിക്കൻ രാജ്യമായ ബ്രസീൽ കണ്ടെത്തിയ നാവികൻ. തെക്കേ അമേരിക്കൻ രാജ്യമായ ബ്രസീൽ കണ്ടെത്തിയ നാവികനാണ് പെട്രോ അൽവാരിസ് കബ്രാൾ. 1501 കബ്രാൾ പോർച്ചുഗലിലേക്ക് മടങ്ങി. 1501 കബ്രാൾ പോർച്ചുഗലിലേക്ക് മടങ്ങി. അപ്പം 1500 എവിടെ എത്തി? ഇന്ത്യയിലെത്തി. 1501 കബ്രാൾ തിരിച്ച് എങ്ങോട്ട് മടങ്ങി? പോർച്ചുഗലിലേക്ക് മടങ്ങി. കബ്രാളിന് ശേഷം ഇന്ത്യയിലേക്ക് അയച്ച മൂന്നാമത്തെ സംഘത്തിന് നേതൃത്വം നൽകിയത് ജാവോ ഡെ നോവയാണ്. കബ്രാളിന് ശേഷം ഇന്ത്യയിലേക്ക് അയച്ച മൂന്നാമത്തെ സംഘത്തിന് നേതൃത്വം നൽകിയത് ജാവോ ഡെ നോവ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട 1503 അൽബുക്കർക്ക് പണിതു. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട 1503 അൽബുക്കർക്ക് പണിതു. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, മാനുവൽ കോട്ട എന്നിങ്ങനെ ഇതറിയപ്പെട്ടു. അടുത്ത പോർച്ചുഗീസ് നാവികനായിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505 ഇന്ത്യയുടെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിതനായ വ്യക്തിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 ഇന്ത്യയുടെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിതനായ വ്യക്തി. ഇന്ത്യയിൽ നീലജല നയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ആര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിൽ നീലജല നയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ. എന്താണ് നീലജല നയം? എന്താണ്? നാവികപ്പടയുടെ സഹായത്തോടെ സമുദ്ര മേധാവിത്വം നേടിയെടുക്കുന്ന പോർച്ചുഗീസ് നയമാണ് നീല ജലനയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി. എന്താണ്? നാവികപ്പടയുടെ സഹായത്തോടെ സമുദ്ര മേധാവിത്വം നേടിയെടുക്കുന്ന പോർച്ചുഗീസ് നയമാണ് നീല ജലനയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി. 1505 കണ്ണൂർ കോട്ട അല്ലെങ്കിൽ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചു. 1505 എന്താണ്? കണ്ണൂർ കോട്ട നിർമ്മിച്ചു. ഏഷ്യൻ പ്രദേശങ്ങളിലെ ആദ്യ പോർച്ചുഗീസ് പ്രതിനിധിയായി നിയമിക്കപ്പെട്ട വ്യക്തി. ഏഷ്യൻ പ്രദേശങ്ങളിലെ ആദ്യ പോർച്ചുഗീസ് പ്രതിനിധിയായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അടുത്ത പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? അൽബുക്കർക്ക്. അടുത്ത പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തി. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. യൂറോപ്യൻ സൈന്യത്തിൽ ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തി. 1503 അൽബുക്കർക്ക് നിർമ്മിച്ച കോട്ടയാണ് പള്ളിപ്പുറം കോട്ട. 1503 അൽബുക്കർക്ക് നിർമ്മിച്ച കോട്ട പള്ളിപ്പുറം കോട്ട. 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുക്കൽ നേതൃത്വം നൽകി. 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയത് അൽബുക്കർക്കായിരുന്നു. 1510 മുതൽ ഇന്ത്യയിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആസ്ഥാനമായ പട്ടണം ഗോവയായി മാറി. 1510 മുതൽ ഇന്ത്യയിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആസ്ഥാനമായ പട്ടണം ഗോവയായി. കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. എന്താണ്? കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വൈസ്രോയി ആരാണ്?
അൽബുക്കർക്കാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനമായിരുന്നു കൊച്ചി. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം കൊച്ചിയായിരുന്നു. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനം എന്തായി മാറി? ഗോവയായി മാറി. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം കൊച്ചിയായിരുന്നു. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനം ഗോവയായി മാറി. തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റിയതാരായിരുന്നു? അൽബുക്കർക്കായിരുന്നു. ഭരണപരിഷ്കാരങ്ങൾ. അപ്പം പോർച്ചുഗീസുകാരുടെ ഭരണപരിഷ്കാരങ്ങൾ എന്താണെന്ന് നോക്കാം. മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചു. എന്താണ്? മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചു. ഗോവയിൽ സതി നിരോധിച്ചു. ഗോവയിൽ എന്ത് നിരോധിച്ചു? സതി നിരോധിച്ചു. നാണയ സമ്പ്രദായം ഏർപ്പെടുത്തി. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാർക്ക് യൂറോപ്യൻ സൈനിക മാതൃകയിൽ പരിശീലനം നൽകി. ഇന്ത്യക്കാർക്ക് യൂറോപ്യൻ സൈനിക മാതൃകയിൽ പരിശീലനം നൽകി. അപ്പം മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചു, ഗോവയിൽ സതി നിരോധിച്ചു, നാണയ സമ്പ്രദായം ഏർപ്പെടുത്തി, വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു, ഇന്ത്യക്കാർക്ക് യൂറോപ്യൻ സൈനിക മാതൃകയിൽ പരിശീലനവും നൽകി. ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചു. ഇതാണ് മിശ്ര കോളനി സമ്പ്രദായം. ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചു. ഇതാണ് മിശ്ര കോളനി സമ്പ്രദായം. ഈ സമ്പ്രദായത്തിൽ സ്ത്രീകൾക്ക് എല്ലാവിധ അവകാശങ്ങളും നൽകി. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളായിരുന്നു ഗോവ, ദമാൻ, ദിയു, ദാദ്ര നഗർ ഹവേലി. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഏതായിരുന്നു? ഗോവ, ദമാൻ, ദിയു, ദാദ്ര നഗർ ഹവേലി. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ദാമൻ, ദിയു, ബോംബെ, സാൽസൈറ്റ്, സാന്തോം. സാന്തോം എന്താണ്? മദ്രാസിനടുത്തൊരു സ്ഥലമാണ്. ഹുഗ്ലി. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ വ്യാപാര കേന്ദ്രങ്ങളാണ് ദമാൻ, ദിയു, ബോംബെ, സാൽസൈറ്റ്, സാൽത്തോ, ഹുഗ്ലി. കൊച്ചി കോഴിക്കോട് യുദ്ധം നടന്ന വർഷം ഏതാണ്? 1503 മാർച്ച് 1. കൊച്ചി കോഴിക്കോട് യുദ്ധം നടന്നത് 1503 മാർച്ച് 1. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി. പോർച്ചുഗീസ് ആരാണ്? അൽബുക്കർക്കും. പോർച്ചുഗീസുകാരനായ അൽബുക്കർക്കും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണ്? കണ്ണൂർ സന്ധി. ഇന്ത്യയിൽ വെച്ച് അന്തരിച്ച ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? അൽബുക്കർക്കായിരുന്നു. എന്നാ 1515. ഇന്ത്യയിൽ വെച്ച് അന്തരിച്ച ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക് 1515. അടുത്ത എന്താണ് കാർട്ടസ് വ്യവസ്ഥ? ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നതിന് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് ആയിരുന്നു കാർട്ടസ്. എന്താണ്? ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് ആയിരുന്നു കാർട്ടസ്. കപ്പലിൻ്റെ വലിപ്പം, കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിൻ്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം എന്നീ വിവരങ്ങൾ കാർട്ടസിൽ രേഖപ്പെടുത്തിയിരുന്നു. കപ്പലിൻ്റെ വലുപ്പം, കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിൻ്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം എന്നീ വിവരങ്ങൾ കാർട്ടസിൽ രേഖപ്പെടുത്തിയിരുന്നു. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. കോഴിക്കോട് തുറമുഖത്തിന്റെ വാണിജ്യ ആധിപത്യം പോർച്ചുഗീസുകാർ നേടിയെടുത്ത സന്ധിയാണ് പൊന്നാനി സന്ധി. കോഴിക്കോട് തുറമുഖത്തിന്റെ വാണിജ്യ ആധിപത്യം പോർച്ചുഗീസുകാർ നേടിയെടുത്ത സന്ധിയാണ് പൊന്നാനി സന്ധി. പോർച്ചുഗീസുകാരും കോഴിക്കോട്ട് സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധി ഒപ്പുവെച്ച വർഷം 1540. പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്ന ബഹുമതി ലഭിച്ച ഭരണാധികാരിയാണ് പുറക്കാട് രാജാവ്. പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്ന ബഹുമതി ലഭിച്ച ഭരണാധികാരി പുറക്കാട് രാജാവാണ്. പോർച്ചുഗീസുകാരും കോഴിക്കോട്ട് സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധിയിൽ ഒപ്പുവെച്ച വർഷം എന്നാണ്? 1540.
അടുത്ത കുഞ്ഞാലി മരക്കാരെ പറ്റി നമുക്ക് പഠിക്കാം. കുഞ്ഞാലി മരക്കാർ കോഴിക്കോട്ടെ സാമൂതിരി രാജാവിൻ്റെ നാവികപ്പടയുടെ തലവനായിരുന്നു കുഞ്ഞാലി മരക്കാർ. എന്താണ്? കോഴിക്കോട്ടെ സാമൂതിരി രാജാവിൻ്റെ നാവികപ്പടയുടെ തലവനായിരുന്നു കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം കോട്ടയ്ക്കലാണ്. കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം എന്താണ്? കോട്ടയ്ക്കലാണ്, അല്ലെങ്കിൽ പുതുപ്പണം കോട്ട. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാർമാർ സ്വീകരിച്ച യുദ്ധമുറ ഏതാണ്? പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാർമാർ സ്വീകരിച്ച യുദ്ധമുറ ഏതാണ്? നാവിക ഗറില്ല യുദ്ധമുറ, അല്ലെങ്കിൽ ഒളിപ്പോര്. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാർമാർ സ്വീകരിച്ച യുദ്ധമുറയാണ് നാവിക ഗറില്ല യുദ്ധമുറ, അല്ലെങ്കിൽ ഒളിപ്പോര്. അടിച്ചിട്ട് കടന്നു കളയുക എന്ന കുഞ്ഞാലിമാരുടെ സമരതന്ത്രം ആവിഷ്കരിച്ചത് കുട്ടി അഹമ്മദ് അലിയാണ്. അടിച്ചിട്ട് കടന്നു കളയുക എന്ന കുഞ്ഞാലിമാരുടെ സമരതന്ത്രം ആവിഷ്കരിച്ചത് കുട്ടി അഹമ്മദ് അലിയാണ്. അപ്പോൾ കുഞ്ഞാലിമാരും യഥാർത്ഥ പേരുകളും നമുക്കൊന്ന് പഠിക്കാം. കുഞ്ഞാലി ഒന്നാമൻ, കുട്ടി അലി അല്ലെങ്കിൽ കുട്ടിയാലി, കുട്ടി അഹമ്മദ് അലി. കുഞ്ഞാലി ഒന്നാമൻ്റെ പേരെന്താണ്? കുട്ടി അലി അല്ലെങ്കിൽ കുട്ടി അഹമ്മദ് അലി. കുഞ്ഞാലി രണ്ടാമൻ കുട്ടി പോക്കർ അലി. കുഞ്ഞാലി രണ്ടാമൻ്റെ പേരെന്താണ്? കുട്ടി പോക്കർ അലി. കുഞ്ഞാലി മൂന്നാമൻ പട്ടുമരയ്ക്കാർ അല്ലെങ്കിൽ പടമരയ്ക്കാർ. കുഞ്ഞാലി മൂന്നാമൻ്റെ പേരെന്താണ്? പട്ടുമരയ്ക്കാർ അല്ലെങ്കിൽ പടമരയ്ക്കാർ. കുഞ്ഞാലി നാലാമൻ മുഹമ്മദ് അലി മരയ്ക്കാർ. കുഞ്ഞാലി നാലാമൻ്റെ പേരെന്താണ്? മുഹമ്മദ് അലി മരയ്ക്കാർ. ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലി രണ്ടാമനാണ്. ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലി രണ്ടാമനാണ്. മരയ്ക്കാർ കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട നിർമ്മിച്ചതാരാണ്? കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. മരയ്ക്കാർ കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട നിർമ്മിച്ചതാരാണ്? കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ്. കുഞ്ഞാലി മരയ്ക്കാർമാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. കുഞ്ഞാലി മരയ്ക്കാർമാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്ന നദീമുഖം ഏതാണ്? ബേപ്പൂർ ആണ്. ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്ന നദീമുഖം ബേപ്പൂർ. ചാലിയം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് ഗവർണർ ആയിരുന്നു നുനോ ഡ കുൻഹ. ചാലിയം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസ് ഗവർണർ നുനോ ഡ കുൻഹ. സാമൂതിരിയുടെ ഖണ്ഡത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. സാമൂതിരിയുടെ ഖണ്ഡത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനായിരുന്നു. 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനായിരുന്നു. ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ നാലാമനായിരുന്നു. ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ, മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ നാലാമനായിരുന്നു. കുഞ്ഞാലി മരയ്ക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ച വർഷം 1600. കുഞ്ഞാലി മരയ്ക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ച വർഷം 1600. കുഞ്ഞാലിമാരുടെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രം. കുഞ്ഞാലിമാരുടെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രം INS കുഞ്ഞാലി, മുംബൈ. കുഞ്ഞാലി മരയ്ക്കാർ നാലാമൻ്റെ സ്മരണാർത്ഥം. കുഞ്ഞാലിമാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം 2000. കുഞ്ഞാലിമാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം 2000. കുഞ്ഞാലി മരയ്ക്കാർ മ്യൂസിയം, ഇരിങ്ങൽ, വടകര. കുഞ്ഞാലി മരയ്ക്കാർ മ്യൂസിയം എവിടെയാണ്? ഇരിങ്ങൽ, വടകര.